കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോ ദൈവമക്കളെയും അറിയിക്കുകയാണ്. എത്ര ഭാഗ്യമാണ് ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ലഭിച്ച ആ മഹാഭാഗ്യം. ആ വിളിക്കും തെരഞ്ഞെടുപ്പിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 800 കോടി ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് എന്നെ നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തു, അല്ലെ? ഗോഡ് ഹാസ് ഹാൻഡ് പിക്ഡ് us. ഞാൻ ആ കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവവചനം പറയുന്ന പോലെ നമ്മൾ മുമ്പേ ദൂരസ്ഥരായിരുന്ന വ്യക്തികളാണ്. വി വർ ലിവിങ് എവേ ഫ്രം ഗോഡ്. എന്നാൽ യേശുക്രിസ്തു നിമിത്തം ഇന്ന് സമീപസ്ഥനായി തീർന്നു. നോക്ക്, കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, അല്ലെ? സ്വർഗീയ മഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ആ കർത്താവ് ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത് അവൻ രാജാവായി ജനിച്ചു എന്ന് എഴുതിയിരിക്കുക, അല്ലെ? ഈസ് ബോൺ എസ് എ കിങ്, അല്ലെ? എന്റെ കർത്താവ് ഒരു രാജാവായി ജനിച്ചു, രാജാവായിട്ടാണ് മരിച്ചത്. തന്റെ ക്രൂശിന്റെ മേളിൽ എഴുതി വെച്ചിരുന്നത് യഹൂദന്മാരുടെ രാജാവ്. അവിടെ യഹൂദന്മാരുടെ രാജാവ് എന്ന കൈയെഴുത്ത് പീലാത്തോസ് അവിടെ എഴുതിയപ്പം നോക്ക്, അവരെല്ലാം കൂടെ പറഞ്ഞു, അല്ല, യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത്, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണെന്ന് പരിഹാസത്തിന് വേണ്ടിയാണ് ആ കൈയെഴുത്ത് അവരാഗ്രഹിച്ചത്. നോക്ക്, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു നടന്നവനാണെന്നാ എഴുതണ്ടേ. പക്ഷേ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയെങ്കിൽ ഇത് എഴുതിയതാണ്. രാജാവായി ജനിച്ചു, അവൻ രാജാവായി മരിച്ചു, രാജാതിരാജനായി എന്റെ കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ ഭാഗമാകാൻ വി ആർ ദി ചിൽഡ്രൻ ഓഫ് കിങ്. രാജാവിന്റെ മക്കളാണ് നമ്മൾ. രാജാതിരാജനാണ് നമ്മുടെ പിതാവ്. സ്വർഗവും ഭൂമിയും സകലതിന്റെയും മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ പിതാവ്. നോക്ക്, സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ സച്ച് എ ഗ്രേറ്റ് ഗോഡ്. അങ്ങനെ ഒരു വലിയ കർത്താവിന്റെ ഭാഗമാണെങ്കിൽ ദൈവമക്കളോട് ഞാൻ പറയാം, യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. ആ കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കി നമ്മൾ നടന്നാൽ മതി. ഹി വിൽ ഫിൽ യു എഗെയിൻ, ഹി വിൽ ഫിൽ യു. പിന്നെയും നിറയ്ക്കും, പിന്നെയും കൂടുതൽ അഭിഷേകം തരും, പിന്നെയും പരിശുദ്ധാത്മാവിനെ തരും, പിന്നെയും നല്ല ദാനങ്ങളെ എന്റെ കർത്താവ് തരും. അതുകൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടിയാൽ മതി. ആൻഡ് യുവർ ജോയ് വിൽ അബൗണ്ട്. നിങ്ങളുടെ സന്തോഷം അത് ഓരോ ദിവസവും കഴിയും തോറും അതിന്റെ പാരാമീറ്റർ വർദ്ധിക്കാൻ തുടങ്ങും. യു വിൽ ബി ഓൾവേസ് ജോയസ്. എപ്പോഴും സന്തോഷത്തിൽ നടക്കാൻ. ഈ പലപ്പോഴും പലരും പറയുന്ന പോലെ നമ്മുടെ ഈ വിഷയമുണ്ടോ വിഷയമില്ലയോ എന്നുള്ളതൊന്നും അല്ല സന്തോഷത്തിന്റെ പാരാമീറ്റർ. എനിക്ക് വലിയൊരു കർത്താവുണ്ട്. എന്റെ കർത്താവ് എന്റെ വിഷയങ്ങളെക്കാൾ എത്രയോ വലുതാണ്. മൈ ഗോഡ് ഈസ് സോ ബിഗ്. എന്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. രാജാതിരാജനായ കർത്താവാണ്. ഹി ഈസ് മൈ ഫാദർ, ഹി ഈസ് മൈ അബ്ബ. ഐ കോൾ ഹിം അബ്ബ. ലോകം അവനെ ദൈവമെന്ന് വിളിക്കുമ്പം ഞാൻ ആ കർത്താവിനെ വിളിക്കുന്നത് പപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ആ വലിയ ധൈര്യമുണ്ട്, എനിക്ക് ആ പ്രാഗൽഭ്യമുണ്ട്. സ്വർഗസ്വനായ എന്റെ പിതാവേ എന്ന യേശു പഠിപ്പിച്ചത് പ്രാർത്ഥന അങ്ങനെയാ, അല്ലെ? എന്നെ പപ്പ എന്ന് വിളിക്കുക. പ്ലീസ് ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെ? എന്നെ പപ്പ എന്ന് വിളിച്ചു. പ്ലീസ് കോൾ മീ ഫാദർ. നിങ്ങൾക്ക് ദാറ്റ്സ് ബന്ധമാണ്, റിലേഷനാണ്. വി ആർ റിലേറ്റഡ് ടു ഗോഡ്. നമ്മൾ കർത്താവിന്റെ ബന്ധുക്കളാണ്. വി ആർ വൺ ഫാമിലി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആ ബോധ്യത്തിൽ നടന്നേ ഒന്നിനും കുറവ് വരത്തില്ല. ഈ ലോകത്തിലെ ഒരു രാജാവിന്റെ മകൻ, ആ പ്രിൻസ് എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഒരു രാജാവിന്റെ മകൻ നടക്കുന്നത് ആ രാജകീയ നിലവാരത്തിലായിരിക്കും നടക്കുന്നത്. ദൈവമക്കളോട് പറയാം, ആ നിലവാരത്തിൽ നടക്കണം. ആ നിലവാരം എന്ന് പറയുന്നത് എന്റെ അകത്തെ ബോധ്യമാണ്. ഞാൻ കർത്താവിന്റെ മകനാണ്, ഞാൻ ദൈവ പൈതലാണ്. ആ ബോധ്യമാണ്. ഞാൻ ഈ പൈസയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അധികാരത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആ നിലവാരത്തിൽ ആ ഹയർ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ആ കർത്താവിനെ ഇന്ന് ആ ബോധ്യത്തിലൊന്നും നടന്നു ഒന്നിനും കുറവ് വരത്തില്ല.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. റീച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ആ രാജാവിന്റെ മക്കളാണ്. രാജകീയ അധികാരത്തിലും ആ പദവിയിലും വേണം നമ്മൾ നടക്കാൻ. നമ്മൾ സാധാരണക്കാരല്ല. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നമ്മളെ പേര് ചൊല്ലി വിളിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. വിളിച്ച കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. കർത്താവിന്റെ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന്. അപ്പം നമ്മളെ ഒരിക്കലും തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത നല്ലൊരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആരുമില്ലെന്ന് വിചാരിക്കേണ്ട. സ്വർഗം മുഴുവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. ഒരിക്കലും നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. യേശു ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ തനിയെ ആകാതിരിക്കാൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം കൂടെ നമുക്ക് തന്നിട്ടാ പോയെ. ഈ ലോകത്തിൽ നമ്മുടെ കൂടെ നടക്കാൻ, നമ്മളെ നയിക്കാൻ, നമ്മുടെ എല്ലാ നിലവുകളിലും കൂടെ ഇരിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ എല്ലാ പ്രതികൂല അവസ്ഥകളിലും സന്തോഷത്തിന്റെ നാളുകളിലും കൂടെ ഇരിക്കാൻ ഒരു പരിശുദ്ധാത്മാവിനെ ആക്കിയിട്ടാ യേശു പോയെ. നമ്മളെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ അനാഥരായി വിടത്തില്ലെന്ന് തന്നെയാണ്. വാക്ക് പറഞ്ഞ കർത്താവ് ഒരിക്കലും വാക്കു മാറത്തില്ല. 3 യോഹന്നാൻ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയാ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തില് ശുഭമായും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താൻ ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയാ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും, എല്ലാ കാര്യങ്ങളിലും, ശകലത്തിലല്ല സകലത്തിലും, കുറച്ച് കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. താൻ അത് ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം അവിടെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെഴുതിയതാ ഈ ഓരോ വാക്യങ്ങളും. അപ്പം കർത്താവിന്റെ ആഗ്രഹമാണ് നമ്മളെല്ലാ സമയത്തും, എല്ലാ നേരത്തും, എല്ലാ നാഴികയിലും, എല്ലാത്തിലും നമ്മുടെ എല്ലാ ആത്മീയവും ഭൗതികവും ശാരീരികവും എല്ലാത്തിലും നമ്മൾ ശുഭവും സുഖവുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുക. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും എല്ലാ മേഖല, എല്ലാം പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആകത്തില്ല, ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആകത്തില്ല. പക്ഷെ അവിടെ ആ കർത്താവിൽ വിശ്വസിച്ച് വാഗ്ദത്തം വിളിച്ചു പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഇതൊന്നും ഇല്ലേലും നമ്മൾ എല്ലാത്തിലും സുഖവും ശുഭവുമായിട്ടിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിങ്ങൾ ശാരീരികമായ ഒരു രോഗത്തിലാണോ, ഭാരത്തിലാണോ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ, എന്താണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് വചനം വിളിച്ചു പറഞ്ഞ്, ഇല്ല, ഞാൻ എല്ലാത്തിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന് എൻ്റെ കർത്താവിന്റെ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആയി തീരും എന്ന് പറഞ്ഞ് ഈ വചനം വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നിങ്ങൾ ചെയ്യുന്ന ഒക്കെ സാധിക്കും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഓരോ മക്കളും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാട്ട് എ ഗ്രേറ്റ് വേർഡ് അല്ലേ! എന്നാ ശക്തമായ ദൈവവചനമാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. ദൈവമക്കളോട് പറയാം, വി ഓൾ ഹാവ് എ പെർഫെക്റ്റ് സ്പിരിറ്റ്. നമ്മുടെ ആത്മാവിന്, നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അതേ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ സെയിം സ്പിരിറ്റ് ആണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. വി ഹാവ് എ ക്ലീൻ സ്പിരിറ്റ്. നോക്ക്, എന്നാൽ എന്റെ മനസ്സ് ഈ ലോകത്തെ, ദേഹം, ദേഹി, ആത്മാവ് മൂന്നാണ്. ഒന്ന് ദൈവത്തിന്റെ പാർട്ടാണ് ആത്മാവ്. 2 എന്റെ മനസ്സ്, നമ്മുടെ ചിന്തകളും നമ്മുടെ ആകുലതകളും നമ്മുടെ കൺസേൺസും ഇതെല്ലാം പ്രോസസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിന്റെ അകത്താണ്. ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ അകത്താണ് വരുന്നത്. നമ്മുടെ മനസ്സ് രക്ഷിക്കപ്പെട്ടില്ല. മനസ്സ് ദിനം പ്രതി ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 നമ്മുടെ ശരീരം. അത് കർത്താവിന്റെ വരവിൽ മാത്രമേ ആ ശരീരത്തിന് മാറ്റമുണ്ടാകത്തുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവിന്റെ വരവിൽ ആണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി. എങ്ങനെയാണോ നിങ്ങളുടെ സ്പിരിറ്റ് ആയിരിക്കുന്നത് അങ്ങനെ തന്നെ നീ
സകലതിലും എല്ലാറ്റിലും നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് ആ വെല്ലുവിളികൾക്കകത്ത് അതിന്റെ അകത്ത് സകലതിലും ശുഭവും സുഖവുമായിട്ടിരിക്കണം. പ്രൈസ് നമ്മുടെ നോക്ക് അവിടെ എഴുതിയിരിക്കുകയാണ് വി ഷുഡ് അബൗണ്ട് ഇൻ എവരിത്തിങ്. അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ആയിരിക്കാം, നമ്മുടെ ഫിസിക്കൽ ആയിരിക്കാം, നമ്മുടെ എമോഷണലായിരിക്കാം, നമ്മുടെ മാനസികമായ സമാധാനമായിരിക്കാം. എല്ലാത്തിലും പ്രൈസ് ആ എബൗണ്ടിങ്, എല്ലാത്തിലും ആ നിറവ് പ്രൈസ് സകലത്തിലും ശുഭവും സുഖവുമായിട്ടിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് മുതൽ ചില ദിവസങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഹൗ ടു പ്രോസ്പർ. അപ്പം എല്ലാത്തിലും പ്രോസ്പറസ് ആകണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി, അല്ലെ? എഫെസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. അപ്പം ആ നിറവ് നമ്മുടെ ജീവിതത്തിൽ, ആ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കാണ്. പലപ്പോഴും വി കണക്ട് വിത്ത് മണി, അല്ലെ? നമ്മുടെ ഭൗതികമായ രംഗങ്ങളിലാണ് അത് പ്രോസ്പെരിറ്റി കണക്ട് ചെയ്ത്. അതല്ല, സകലത്തിലും എല്ലാത്തിലും, എന്റെ സമാധാനത്തിൽ, എന്റെ സന്തോഷത്തിൽ, എന്റെ ആരോഗ്യത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, എല്ലാത്തിലും എന്ത് ചെയ്യണം? നമ്മൾ പ്രോസ്പെറസ് ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആ പ്രോസ്പെരിറ്റി, അതാണ് ഈ ദൈവികമായ, നമ്മള് ഗോഡ്ലി പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ദൈവികമായ ഉയർച്ച എന്ന് പറയുന്നത് എല്ലാത്തിലും ശുഭവും സുഖവുമായി ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രോസ്പെറസ് ആകണമെങ്കിൽ ഹൗ can I have a godly prosperity? അങ്ങനെ ഒരു ദൈവികമായ ഉയർച്ച, ദൈവികമായ നന്മ എങ്ങനെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും? നമ്മൾ അങ്ങനെയാണ് എന്നെ കുറിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, വാട്ട് ആർ ദ കീസ്, വാട്ട് ആർ ദ വേസ്, അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് ഒരു വാക്യം നമുക്ക് വായിക്കാം. പ്രോവെർബ്സ് 9 സദൃശവാക്യങ്ങൾ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. The fear of God is the beginning of wisdom and knowledge. നോക്ക്, ദൈവഭയം, ഒന്നാമത്തെ കാര്യം ഈ ദൈവ ഭയമാണ്. ഇവിടെ ദൈവവചനം പറയുകയാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഇംഗ്ലീഷിൽ ദ ഫിയർ ഓഫ് ഗോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം ആൻഡ് നോളജ് എന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രീസ് ഈ കർത്താവിനെ ഭയപ്പെടുക എന്ന് പറയുന്ന വാക്ക് ഈ നമ്മള് ഇങ്ങനെ ഞെട്ടിവിറച്ച് അങ്ങനെ അതല്ല. ഇറ്റ് കംസ് ഔട്ട് ഓഫ് ലവ്. അത് സ്നേഹത്തിന്റെ അകത്തുനിന്ന് ഉളവായി. ആ ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അകത്തുനിന്ന് ഉളവാകുന്നതാണ്. പലപ്പോഴും നമുക്ക് ഈ കർത്താവിന്റെ ശക്തിയേറിയ ഭുജത്തിന്റെ കീഴിൽ താണിരിക്കാനൊക്കെ പറയുമ്പം നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. നോക്ക്, ആ കർത്താവിന്റെ കൈയുടെ കീഴിൽ ഒന്ന് താണിരുന്ന് കർത്താവിന്റെ വചനം അനുസരിച്ച് ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പം കർത്താവിന്റെ നോക്ക്, യേശുവിനെ നിങ്ങളൊന്ന് നോക്കിയേ. ആ ഗത്സമനയിൽ എന്റെ കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവ് അവിടെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് കർത്താവ് പറയും, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം വേണം. അതിന്റെ പേരാ ഫിയർ ഓഫ് ഗോഡ്. അതിന്റെ പേരാണ് നോക്ക്, ദൈവത്തിന് കീഴ്പ്പെടുന്നത്, ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ സാഹചര്യമാണേലും, നമ്മളെ ട്രബിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മളെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരിക്കാം, പലതിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിന് കീഴ്പ്പെടും. നോക്ക്, ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്ന വാക്കിന്റെ വേറെ ഒരു അർത്ഥം ബഹുമാനമാണ്. റെവറൻസ് ടു ഗോഡ്. ആ ദൈവത്തിന്റെ ബഹുമാനം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ആ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു. ഞാൻ ആ ബഹുമാനം കൊടുക്കുന്നതാണ് നോക്ക് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത്. ബഹുമാനം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ നമുക്ക് ബഹുമാനം കാണിക്കാം. അതിന് ദൈവവചനം പറയുന്ന ഭക്തിയുടെ വേഷം. ആ ഭക്തിയുടെ വേഷമല്ല, നമുക്ക് ഭയങ്കര ഈ ഹംബിൾനെസ് വെളി കാണിക്കുന്നതല്ല. നമ്മുടെ മനസ്സിന്റെ അകത്ത് ലെറ്റ് us be humble, let us submit to him. എന്റെ കർത്താവിന് ഒന്ന് കീഴ്പ്പെട്ട്, ഒന്ന് കീഴടങ്ങി മനസ്സിന്റെ അകത്തുനിന്ന് മറ്റുള്ള ഈ ഹംബിൾനെസ് വരേണ്ടത് വെളിയിലല്ല, ആൾക്കാരെ കാണിക്കാനല്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ആൾക്കാരെ കാണിക്കുക എന്ന് പറയുന്ന കാര്യം, നമ്മളിപ്പോ ഇന്ന് ഇലക്ഷൻ എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ. ഈ ആൾക്കാരെ കാണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം
കാര്യം ഈ ദിവസം ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ പ്രചരണമാണ്, സ്ഥാനാർത്ഥികളൊക്കെ വരും. അവര് ഈ നോക്ക് എല്ലാവരുടെ അടുത്ത് വരുന്നു, കൈ തരുന്നു, തോളെ കൈ ഇടുന്നു. നോക്ക്, ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നും നമ്മൾ കാണാൻ പറ്റില്ല. ഇത് ഈ സമയത്ത് ഇത് വെളിയിലുള്ള ഒരു എക്സ്പ്രഷനാണ്, വെളിയിലുള്ള അവരുടെ ഒരു കാര്യം. നമ്മൾ ഈ കാര്യം കാണാൻ വേണ്ടിയല്ല. ഐ ലവ് ഗോഡ്, എനിക്ക് കർത്താവിനോടുള്ള സ്നേഹമാണ്. കർത്താവ് എന്നെ സ്നേഹിച്ചത് ഓർത്താൽ, കർത്താവ് എന്നെ കരുതിയത് ഓർത്താൽ, നോക്ക്, എനിക്ക് ആ കർത്താവിനെ വിട്ട് ഐ ലവ് ഹിം. അപ്പം ഈ ഭയമെന്ന്, ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള ബഹുമാനമാണ്. ആ കർത്താവിന് കൊടുക്കേണ്ട ആ ബഹുമാനവും ആ റെവറൻസും കർത്താവിന് കൊടുക്കുന്നത്. എങ്ങനെയാ കർത്താവിന് ഞാൻ ബഹുമാനം കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ അനുസരിക്കും. കർത്താവിന് വചനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറത്തില്ല. പ്ലീസ് ഹംബിൾനെസ് കാണിക്കാം. നമുക്ക് മുട്ട വേണമെങ്കിൽ എഴയാം, അങ്ങനെയൊക്കെ നമുക്ക്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവ് ഞാൻ മുട്ടയിൽ എഴയാതിരിക്കാനാണ് കർത്താവ് മുട്ടയിൽ എഴഞ്ഞത്. ക്രൂശ് ചുമന്നത് ഞാനും നിങ്ങളും ചുമക്കാതിരിക്കാനാണ് കർത്താവ് ക്രൂശ് ചുമന്നത്. കർത്താവ് വേദനപ്പെട്ടത്, അടിയേറ്റത് ഞാനും നിങ്ങളും അടിയേക്കാതിരിക്കാനാണ്. സകലതും നിവർത്തിച്ചു കർത്താവ്. എന്നെ ഈ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ എന്റെ അകത്ത് ഇത് ദിവസങ്ങളിൽ കർത്താവിന്റെ പീഡാനുഭവ ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴും എന്നെ എപ്പോഴും ഇങ്ങനെ എന്റെ മനസ്സിനെ കുത്തുന്ന ഒരു വചനമാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞു. ഞാനും നിങ്ങൾ അനുഭവിക്കേണ്ട മുഴുവൻ എന്റെ കർത്താവ് ഒരിക്കലായിട്ട് അനുഭവിച്ചു. ഇനി ഞാൻ അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കർത്താവിന് കീഴ്പ്പെട്, കർത്താവിന് അവന്റെ വചനം അനുസരിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യാനാ ഭയങ്കര പാട്. നമുക്ക് കാണാൻ ഇഷ്ടം, നോക്ക്, നമുക്ക് ഹീലിംഗ് ഇഷ്ടമാണ്. നമ്മള് മൗണ്ടൻ മൂവേഴ്സാണ്, മലകളെ മാറ്റുന്നവരാണ് ദൈവമക്കൾ, അല്ലെ? മലയൊക്കെ മാറി കാണുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. വാതിലുകൾ തുറക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. പ്ലീസ് നോക്ക്, പക്ഷെ അതിന്റെ എല്ലാം കീ എന്നാന്നറിയോ? കർത്താവിന്റെ ശക്തിയേറിയ ഭുജത്തിന്റെ കീഴിൽ താണിരിക്കുന്ന മലകൾ ഓട്ടോമാറ്റിക്കലി മാറും, വഴികൾ ഓട്ടോമാറ്റിക്കലി കർത്താവ് തുറക്കും. ആ കർത്താവിന്റെ സന്നിധി രോഗികൾ സൗഖ്യമാകും. നോക്ക്, എന്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ വേണോ അത് കർത്താവ് തന്നുകൊണ്ടിരിക്കും. ആത്മീയമായി കർത്താവ് അനുഗ്രഹിക്കും, ഭൗതികമായി കർത്താവ് അനുഗ്രഹിക്കും. എഫെസ്യർ 1:3 പറയുന്നത് പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കുമെന്നല്ല പറഞ്ഞേ, ഓൾറെഡി യു ആർ ബ്ലെസ്ഡ് ഇൻ ഹെവൻലി റെലംസ് എന്നാണ് ദൈവവചനം പറയുന്നത്. ഐ എം എ ബ്ലെസ്ഡ് പേഴ്സൺ. എത്ര പേർ ഒന്ന് വിളിച്ചു പറയും, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഐ എം ഇൻ ദ വേ ടു പ്രോസ്പെരിറ്റി. നോക്ക്, ഞാൻ ഈ ദിവസങ്ങളിൽ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നതെന്നറിയാവോ? പ്ലീസ് നോക്ക്, എന്നെ ഒന്നുകൂടെ മൂർച്ച കൂട്ടാൻ വേണ്ടി, എന്നെ ഒന്നുകൂടെ കർത്താവ് എന്തൊക്കെ എനിക്ക് നൽകിയിരിക്കുന്നോ അത് മുഴുവൻ എനിക്ക് ഈ ലോകത്തിൽ അനുഭവിക്കണം. ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുമ്പം കർത്താവിന്റെ വചനത്തിൽ കർത്താവ് നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണുക തന്നെ ചെയ്യണം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ സകല എല്ലാ ഏറിയായാലും എന്റെ ജീവിതത്തിൽ അത് കാണണം എനിക്ക്. അത് കേവലം വായിച്ചു പോയാലോ കേവലം പ്രസംഗിച്ചു പോയിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അത് ജീവിതത്തിൽ അനുഭവിക്കണം, അല്ലേ? പത്രോസ്ലീഹ പറയാ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അത് എന്നെ നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തത് അവന്റെ രാജ്യത്തിലാക്കി നോക്ക്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പോകുന്ന ആ സ്വർഗരാജ്യത്തിന്റെ ഒരു പാറ്റേൺ ഈ ഭൂമിയിൽ കർത്താവ് കാണിക്കുകയാണ്. ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. അങ്ങോട്ട് അവിടെ ആ രാജ്യം എന്നാണോ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ, നിന്റെ രാജ്യം വരണമേ. രാജ്യം വന്നു. ഇനി നമ്മൾ വീട്ടിലോട്ടാ പോകാൻ പോകുന്നത്, ദൈവരാജ്യത്തിലോട്ടല്ല. എന്നാൽ ആ വീടിന്റെ ഒരു പാറ്റേൺ, അതിന്റെ ഒരു ഫോർട്ടേസ്റ്റ്, അതിന്റെ അനുഭവം എന്റെ കർത്താവ് ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്കും തരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവിടെ ചെന്നാൽ വിസ്മയം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ള നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ് വിൽ ബി ജോയസ്, ഇറ്റ് വിൽ ബി ഗ്ലോറിയസ്. എനിക്ക് അതിനെ പറയാൻ എനിക്ക് വാക്കുകളില്ല. അതുപോലെ വലുതായിരിക്കാം സ്വർഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ സ്വർഗത്തിന്റെ ഫോർട്ടേസ് ഈ ഭൂമിയിൽ, അതാണ് എല്ലാത്തിലും ബൗണ്ടിങ് ആകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നോക്ക്, അതിന്റെ ഒന്നാമത്തെ കീ, ഇറ്റ് ഇസ് ദ ഫിയർ ഓഫ് ഗോഡ്. നോക്ക്, സഭാപ്രസംഗി അതിന്റെ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒന്ന് വായിക്കാം.
എല്ലാറ്റിന്റെയും സാരം കേൾക്കാം. എല്ലാത്തിന്റെയും സാരം, എല്ലാം ഈ ടോട്ടാലിറ്റിയിൽ ഒറ്റ വാക്കിൽ എടുത്താൽ എല്ലാത്തിന്റെയും സാരം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ ഈ ദൈവത്തെ ഭയപ്പെട്ട് എന്ന വാക്ക് എനിക്ക് ഓൾട്ടർ ചെയ്ത് കർത്താവിനെ സ്നേഹിച്ച് എന്ന ആ സ്നേഹം നോക്ക്, ദ ലവ് ഓഫ് ഗോഡ്, ആ സ്നേഹമാണ് എനിക്ക് താഴ്മ കൊണ്ടുവരുന്നത്. സ്നേഹമാണ് ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം. ബഹുമാനം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പ്ലീസ് നമ്മൾ ദൈവവചനം കേട്ടു എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവവചനം വായിക്കുമ്പം ചില സഭകളിൽ എങ്ങനെയാണെന്നറിയോ, വചനം വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഇറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. പക്ഷെ എന്റെ ഇൻവേർഡ് എക്സ്പ്രഷൻ എന്നാ? എന്റെ ശരീരം അടുത്തിരിക്കുന്നെങ്കിലും എന്റെ മനസ്സ് അകന്നിരിക്കാൻ പറ്റും. എന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നാണോ ഇരിക്കുന്നത്, എന്റെ കർത്താവിനോട് ചേർന്നാണോ എന്റെ മനസ്സിരിക്കുന്നത്? ശരീരം ഞാൻ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ പറഞ്ഞായിരുന്നു, ശരീരം കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ പറ്റും, പക്ഷെ എന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നാണോ ഇരിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കലോട്ട് വരാൻ പറഞ്ഞ കം, ടോട്ടാലിറ്റിയിൽ വരാനാ കർത്താവ് പറഞ്ഞു. നിന്റെ കുറവുകളോടുകൂടി എന്റെ അടുത്ത് വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ തിരിച്ചു പോകുന്നത് അതുപോലെ ആയിരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ അല്ല കാര്യം, ഇന്റേണൽ ആയിട്ട് എന്റെ കർത്താവ്, എന്റെ ഹൃദയം കർത്താവിന്. ഇവിടെ ദൈവവചനം പറയുക, എല്ലാറ്റിലും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകുന്നു സകല മനുഷ്യർക്കും, അവിടെ എഴുതിയിരിക്കുകയാണ്, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ആ കർത്താവ് പറഞ്ഞിരി, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. നോക്ക്, ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും അനുസരിച്ച് നോക്ക്. ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ച് പറയുമ്പം അവിടെ 1 യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുക, സ്നേഹത്തിൽ ഭയമില്ല. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യില്ല? ദൈവത്തെ ഭയമല്ല, എനിക്ക് ലവ്. ഐ ലവ് ഹിം വിത്ത് ഓൾ മൈ ഹാർട്ട്. എന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ഞാൻ ദൈവത്തെ സ്നേഹിക്കുക. 4:18 ഒന്ന് വായിച്ചില്ല. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. എനിക്ക് കർത്താവ്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പാകെ വരാനല്ലേ പറഞ്ഞ്? ഭയപ്പെട്ട് വരാനാണോ പറഞ്ഞ്? മുട്ടിടിച്ചോണ്ട് വരാനാണോ പറഞ്ഞ്? അയ്യോ, എന്താ പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിക്കേ, ആ പുരോഹിതൻ ആ യാഗം കഴിക്കാൻ പോകുമ്പോൾ തന്റെ അരയ്ക്ക് ഒരു കയറും ഒക്കെ കെട്ടി തനിക്ക് വേണ്ടി ആദ്യം താനൊരു യാഗം കഴിക്കണം. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ നോക്ക്, താൻ അവിടെ മരിച്ചു വീഴും. ആ കയറ് അരയ്ക്ക് കെട്ടുന്നത് എന്തിനാണ്? ആ ദൈവസന്നിധിയിലോട്ട് ആര് കയറിയാലും നോക്ക്, ആർക്കും അവിടെ കയറാൻ പറ്റത്തില്ല. പുരോഹിതന് മാത്രമേ റൈറ്റ് ഉള്ളൂ. നോക്ക്, ആ സാന്നിധ്യത്തിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, നീ നിനക്കെന്നെ കാണാൻ സാധിക്കത്തില്ല, നിന്നെ കണ്ട നീ മരിച്ചവനെ പോലെയാകും. അപ്പം അവിടെ എന്ത് ചെയ്യുക? പുരോഹിതൻ മരിച്ചു വീണാൽ അവിടെ വലിച്ച് എടുക്കുക. പക്ഷെ ഇന്ന് എന്റെ ഗുണം എന്നാന്നറിയാമോ? എനിക്ക് ധൈര്യത്തോടെ എന്റെ തക്ക സമയത്തെ ആവശ്യത്തിന് എനിക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്ക് അബ്ബാ പിതാവേ എന്ന് എനിക്ക് വിളിക്കാം. ബിക്കോസ് ഐ ആം റിലേറ്റഡ് ടു ഗോഡ്, ഐ ആം ഹിസ് ചൈൽഡ്, ഐ ആം ഹിസ് ബേബി. ഞാൻ കർത്താവിന്റെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. അതാ എന്റെ ധൈര്യം. പ്രോസ്പെറസ് ആകണോ? ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണോ? ജീവിതത്തിൽ നന്മ കാണാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം, പ്ലീസ്, ആ കർത്താവിനെ ഒന്ന് കീഴ്പ്പെട്ടെ. ആ കർത്താവിനൊന്ന് ഫിയർ ഓഫ് ഗോഡാണ് ഒന്നാമത്തെ കീ. ആ കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ ഭയപ്പെട്ട്, ആ കർത്താവിന്റെ കൂടെ കർത്താവിനെ ബഹുമാനം കൊടുത്ത്. നമ്മൾ പള്ളിയിൽ ഒരു ഞായറാഴ്ച വരുമ്പോൾ ഒരു വർത്താനവും തിങ്കളാഴ്ച വേറൊരു വർത്താനവും അല്ല. നമ്മുടെ ഓഫീസിലും നമ്മുടെ ചേർച്ചിലും നമുക്ക് എല്ലാവരും പാടുമ്പോൾ കൂടെ പാടാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മുടെ പ്രതികൂലങ്ങൾ നേരിടുമ്പോഴും അവിടെയൊക്കെ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവ് ആഗ്രഹിക്കുക, ഞാനും നിങ്ങളും ഉയർച്ച തന്നെ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. താഴ്ച പ്രാപിക്കത്തില്ല. ദാറ്റ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ പിശാചിന്റെ ഒരു പ്രവർത്തിക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനോട് ചേർന്ന് നടന്ന്
കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു, കർത്താവിനെ സ്നേഹിച്ച് അങ്ങനെയൊന്ന് നടന്നേ. യു വിൽ സീ പ്രോസ്പെരിറ്റി, അല്ലെ ഇട്ടുമൂടും നിങ്ങളെ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. ആൻഡ് യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ. അതിന്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയുകയാണ്. ലെറ്റ് us ബി ട്രൂത്ത്ഫുൾ. നമുക്ക് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. കർത്താവ് എന്നിൽ നിന്നും നമ്മുടെ യേസ് എപ്പോഴും യേസ് ആകട്ടെ. നമ്മൾ ഒരാളോട് നോ എന്ന് പറഞ്ഞാൽ നോ ആകട്ടെ. നമ്മുടെ ഈ മനസ്സിന്റെ പുറകിൽ ചില പറയലേ ഒന്ന് വെച്ചോണ്ട് ഒന്ന് സംസാരിക്കുക. നമ്മളെ കാണുമ്പം ഭയങ്കര ചിരി. നമുക്ക് നമ്മുടെ സഹോദരൻ ഒരു കുറവുണ്ടെങ്കിൽ, ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അവരോട് അത് പറയണമെന്നേ. അവരെ കാണുമ്പോൾ അവരോട് അത് പറയത്തില്ല, പക്ഷെ മറ്റുള്ളവരോട് എന്ത് ചെയ്യും? നമ്മൾ പറയും. ആ സ്വഭാവം. ലെറ്റ് us ബി ട്രൂത്ത്ഫുൾ. നമ്മുടെ മനസ്സ് കാണുന്ന, ഹൃദയം കാണുന്ന ഒരു കർത്താവുണ്ട്. അവർക്ക് നിങ്ങളുടെ മനസ്സ് കാണാൻ പറ്റത്തില്ലായിരിക്കും, അവര് നിങ്ങൾ ചെയ്യുന്നത് കാണാൻ സാധിക്കത്തില്ലായിരിക്കും. പക്ഷെ എന്റെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ഗോഡ് നോസ് ദ മോട്ടീവ്. ഞാനും നിങ്ങളും എന്ത് ഒരു കാര്യം ചെയ്യുമ്പം അതിനെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ഗോഡ് നോസ് ദ മോട്ടീവ്. നോക്ക്, നമ്മള് ശിഷ്യന്മാർ, കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. ശിഷ്യന്മാർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. നോക്ക്, അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു. അവർ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവർക്ക് ഒന്നിനും കുറവ് വന്നില്ല. നോക്ക്, എല്ലാവരും സ്ഥലങ്ങളും ഒക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. എല്ലാവർക്കും വേണ്ടതുപോലെ അവര് ആ പൈസ എന്നാ ചെയ്തു? അവര് പുട്ടടിക്കുമല്ലായിരുന്നു. എല്ലാവർക്കും വേണ്ടതുപോലെ എന്ത് ചെയ്തു? ഓരോരുത്തർക്കും വേണ്ടതുപോലെ അത് വീതിച്ച് മറ്റുള്ളവർക്ക് അവർ കൊടുത്തു. ഇത് കണ്ട് നോക്ക്, അനന്യാസും സഫീറായും 5-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ 2 പേരെ കുറിച്ച് വായിക്കുകയാണ്. അനന്യാസും സഫീറയും അവര് 2 പേര് അവരുടെ നിലങ്ങൾ വിറ്റ് ഒരു ഭാഗം അവര് മാറ്റിവെച്ചു. ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് നോക്ക്, അവിടെ കൊണ്ടുവന്ന് പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പൊ ഒരു ചോദ്യം, ഇതിനാണോ നീ നിലം വിറ്റത്? നോക്ക്, അവിടെ അവര് കുറച്ച് ഭാഗം, ഇതിനല്ല ഞങ്ങൾ നിലം വിറ്റ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു പ്രോബ്ലവും ഇല്ല. കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതാണ്, ഒന്നുമല്ല. അവര് സ്വന്തം മനസ്സാല് അവർക്ക് കിട്ടിയ പ്രേരണയിൽ അവര് ചെയ്തതാണ്. ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചായിരുന്നു, അതിനല്ല അതെടുത്തോണ്ട് വരാൻ പറയൂ, ഒന്നുമില്ല. പക്ഷെ അവര് നോക്ക്, they were not truthful. അത് ആദ്യം അനന്യാസ് വന്നു, അതിനുശേഷം സഫീറ വന്നു. 2 പേരോടും ഇതേ കാര്യം ചോദിച്ചു. 2 പേരും നോണയാണ്, പക്ഷെ അവിടെ മരിച്ചു വീണു. നമ്മൾ കാണുകയാണ്. നോക്ക്, ലെറ്റ് us ബി ട്രൂത്ത്ഫുൾ. നമ്മള് ഒരു ട്രൂത്ത്ഫുൾ അല്ലാതെ കാണിക്കുന്നത് നമ്മൾ ദൈവത്തോടാണ് ഇത് ചെയ്യുന്നത്, മനുഷ്യനോടല്ല. അവിടെ നമ്മൾ കാണുമ്പം ഈ പത്രോസിനോട് നുണ പറയാം, പത്രോസിനോടല്ല നുണ പറഞ്ഞു. അത് ദൈവത്തോട് അവര് നുണ പറഞ്ഞു. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ബ്രദറെ, ഈ എല്ലാം അങ്ങ് പറയുന്നേ, അങ്ങനെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കാൻ പറ്റും. ദ ഹെൽപ്പർ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് അസാധ്യമാണോ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾ ചോദിച്ചു. ചില എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ അങ്ങ് ട്രൂത്ത്ഫുൾ ആകാൻ നമുക്ക് പറ്റുമോ? എല്ലാരോടും എല്ലാ കാര്യവും പറയാൻ പറ്റുമോ? സീക്ക് ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് പറ്റുകയില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത്. ആ പരിശുദ്ധാത്മാവ് എന്നെ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരിക്കണം. പരിശുദ്ധാത്മാവെ, ഹെൽപ്പ് മീ ത്രൂ ദ ഡേ. ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് വേണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാൻ പോലും, തലയിടാൻ പോലും എന്നെ സമ്മതിക്കരുത്. അത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കൊടുത്തേ ആ പരിശുദ്ധാത്മാവ് നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണും. ബി ട്രൂത്ത്ഫുൾ. അത് 2ാമത്തെ കാര്യം. 1 ഫിയർ ഓഫ് ഗോഡ്, വേ ടു പ്രോസ്പർ. 1 ഫിയർ ഓഫ് ഗോഡ്. 2ാമത്തേത് ട്രൂത്ത്ഫുൾനെസ്. മറ്റുള്ള എല്ലാവരോടും സത്യം സംസാരിക്കും. ഒന്നകത്ത് വെച്ചുകൊണ്ട് മറ്റൊന്ന് എന്തിനാ നമ്മൾ സംസാരിക്കുന്നത്?
when we talk like that, we do it against God, not man. നമ്മൾ അവരോടല്ല, ദൈവത്തോട്. There is a silent listener കേട്ടോ. നമ്മൾ കാണാത്ത അഗ്നിജ്വാലയ്ക്കൊത്ത ഒരു കണ്ണുണ്ട്. നമ്മുടെ ഓരോ വാക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ചെവിയുണ്ട്. അവന്റെ ചെവി കുറുകി പോയിട്ടില്ല, ആ ചെവി കേട്ടുകൊണ്ടിരിക്കുക. സോ ലെറ്റ് us be truthful. ഒന്ന്, ഫിയർ ഓഫ് ഗോഡ്. രണ്ട്, ട്രൂത്ത്ഫുൾനെസ്. എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാം. ആകയാൽ എന്ത് ഉപേക്ഷിക്കണം? പ്രോസ്പെറസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉപേക്ഷിക്കേണ്ട ചിലത് ഉപേക്ഷിക്കണം. ഇവിടെ പൗലോസ് പറയാൻ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് എന്ത് സംസാരിക്കണം? സത്യം സംസാരിക്കണം. ബി ട്രൂത്ത്ഫുൾ. നാം തമ്മിൽ അവയവങ്ങളല്ല. ഈ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിന് കൈയും കാലും വിരലുകളും ഒക്കെ ഉള്ളതുപോലെ നാം തമ്മിൽ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നാം തമ്മിൽ അവയവമാണ്. എന്റെ കാല് വേദനിച്ചാൽ എന്റെ കൈ പറയുമോ കാലിനാണ് വേദന എന്ന് കൈ പറയുമോ? എന്റെ തലവേദന എടുത്താൽ അത് തലയ്ക്കല്ലേ വേദന എന്ന് കാല് പറയുമോ? നാം തമ്മിൽ അവയവങ്ങളാണ്. ഇവിടെ ദൈവവചനം പറയുകയാണ്, ആകയാൽ ഭോഷ്ക് ഉപയോഗിച്ച് ഓരോരുത്തൻ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പി. രണ്ടാമത്തെ ഒരു കീ, ബി ട്രൂത്ത്ഫുൾ. ബി ട്രൂത്ത്. പ്രോസ്പെറസ് ആകണം. ലെറ്റ് us be truthful to all. അതിന് ഹോളി സ്പിരിറ്റ് ഗൈഡൻസ്, പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പലതിലും നമ്മൾ കടന്നുപോയത് കൊണ്ടാണ് ഈ പറയുന്നത്. ഈ എല്ലാവരോടും എല്ലാം പറയാൻ പറ്റുമോ? ഇതൊക്കെ സീക്ക് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതിനാ നമുക്ക് പരിശുദ്ധാത്മാവ് വേണ്ടേ. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനെ അവിടെ ഒരു വാക്ക് പറയേണ്ടാത്ത സിറ്റുവേഷനെ അങ്ങനെ പറയേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെ നിർത്തത്തില്ല. അവിടെ ഹോളി സ്പിരിറ്റ് അന്നേരം ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് കൺട്രോൾ. അവിടെ ആ വിഷയം അങ്ങ് മാറ്റും. അവിടെ അങ്ങനെ ഒരു കാര്യം ചോദ്യം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം അവിടെ കൊണ്ടുവരത്തില്ല. അത് ഏത് കാര്യത്തിലും എല്ലാത്തിലും ആ പരിശുദ്ധാത്മാവിനെ സീക്ക്. അതായിരുന്നു അപ്പോസ്തോലിക് പാറ്റേൺ. ദേ വർ ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ പാറ്റേൺ അതന്നെ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് എന്റെ കർത്താവ് നടന്നത്. Let us all be filled with the Holy Spirit. പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടിയതാ ഏറ്റവും വലുത് കേട്ടോ. അതാ നമ്മുടെ തങ്കുബ്രാർ ഇടയ്ക്ക് പറയും, നമ്മുടെ ഏക ആസ്തി പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കാൻ പോകും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ മാറ്റിയേ പറ്റത്തുള്ളൂ. കർത്താവിന് ബഹുമാനം കൊടുക്കും, കർത്താവിനെ സ്നേഹിക്കും. ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ഒന്നും കിട്ടാനായിരിക്കരുത്. ഞങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധി വന്നപ്പം ഒരു രോഗസൗഖ്യത്തിനാണ് ആദ്യം വന്നത്. ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചു. അതെല്ലാം തന്നു. പക്ഷെ മുമ്പോട്ടുള്ള നമ്മൾ കൂടുതൽ കർത്താവിനെ അറിയും തോറും നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് മാറി. വി സ്റ്റാർട്ട് ലവിങ് ഗോഡ്. നമ്മൾ ആദ്യമൊക്കെ ഒരു ആവശ്യത്തിന് മുമ്പിലായിരിക്കുമെന്നേ വന്നത്. അത് ഒരു കുഴപ്പമില്ല. അങ്ങനെയാ ലോകത്തിൽ എല്ലാവരും അങ്ങനെയാ. പക്ഷെ കുറച്ച് കഴിയുമ്പം നമ്മുടെ നീഡ്സ് ഫെയ്ഡ് ആകണം. എന്റെ ദൈവത്തോടുള്ള ആ സ്നേഹം ഇപ്പൊ എല്ലാം ചേർന്ന് വരും. നോക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കും. ഹി റിവീൽസ് ഹിംസെൽഫ്. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് റിവീൽഡ് ആയാൽ എന്നെ ആയിരിക്കും. സോ ഒന്നിനും കുറവ് വരുന്നില്ല. നമ്മുടെ ഫോക്കസ് ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി. കർത്താവിനോട് ചേർന്ന് ഹോളി സ്പിരിറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ് ഒന്ന് നടന്നു നോക്കി. യു വിൽ ബി പ്രോസ്പെറസ്. ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ മിക്കവാറും ഇതായിരിക്കും, ഈ സബ്ജക്റ്റ് ആയിരിക്കും, വേസ് ടു പ്രോസ്പെർ.
ഇന്ന് 2 കാര്യങ്ങൾ. ഒന്ന് ഫിയർ ഓഫ് ഗോഡ്, 2 ട്രൂത്ത്ഫുൾനെസ്. സത്യം, എല്ലാവരോടും സത്യം സംസാരിച്ചു. കാരണം നമ്മൾ അവയവങ്ങളാണ്, അത് മറന്നു പോകരുത്. സോ ലെറ്റ് us pray. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൃപയ്ക്ക് വേണ്ടി, ഒരു പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് വേണ്ടി, ഒരു നടത്തിപ്പിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ സ്തോത്രം കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ആ ദൈവഭയത്തിൽ നടക്കാനും ആ സത്യം സംസാരിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അതെല്ലാം മാറ്റി കർത്താവിന്റെ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. വചനം പറഞ്ഞപ്പോൾ ആ വചനം ഇരുവായ്ത്തലയുള്ള വാളായതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളെ കൂടെ അത് രൂപാന്തരപ്പെടുത്തി ആ കർത്താവിന്റെ അതേ രൂപാന്തരപ്പെടുവാൻ, കർത്താവിനോട് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ കുറവുകളും മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവളാണെന്ന് പറയുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ. ആ കർത്താവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അവരുടെ ശരീരത്തിന് സൗഖ്യമുണ്ടാവട്ടെ, മനസ്സിന് സൗഖ്യമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, സന്തോഷത്തിൽ, സമാധാനത്തിൽ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭവനം ദേശത്തിനും രാജ്യത്തിനും സഭയ്ക്കും ദൈവമക്കൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരുമായി തീരട്ടെ. കർത്താവേ, നിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടവർ ശുദ്ധിയുള്ളവരായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ആ കർത്താവിനെ ഭയപ്പെട്ട്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന് ബഹുമാനം കൊടുത്ത്, എല്ലാത്തിലും സത്യം സംസാരിച്ച് നടക്കുവാൻ ഇന്ന് കേട്ടതുപോലെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ എല്ലാ നിറവും വീടുകളിൽ ഉണ്ടാകട്ടെ. തലമുറകൾ ബ്ലസ്ഡ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികളിലൂടെ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ കടന്നു പോകുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനുമേൽ അത്ഭുത വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും. യേശുവിന്റെ നാമത്തിൽ അന്യായമായ സകല ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ ഈ ദിവസം ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് വി വിൽ കണ്ടിന്യൂ ദിസ് ടോപ്പിക്, ദി വേസ് ടു പ്രോസ്പർ. എങ്ങനെയാണ് നമുക്ക് നോക്ക്, ഈ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു ഭാഗവും ദൈവവചനത്തിലില്ല. ആദ്യം മുതൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പം ആദ്യത്തെ വാക്ക് അവരെ അനുഗ്രഹിച്ചെന്നാണ്, അല്ലേ? ദൈവം ആദാമിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. സോ അത് ദൈവമക്കളുടെ ജീവിതത്തിലും അത് കാണണം. എല്ലാ നിലകളിലും കാണണം. സ്പിരിച്വലി കാണണം, എമോഷണലി കാണണം, ഫിസിക്കലി കാണണം, മെന്റലി കാണണം. എല്ലാ ഏരിയയിലും അത് ഉണ്ടാകണം. So God bless you. Have a wonderful day and share the video also. Video share, let it be a blessing to many people. God bless you. Have a wonderful day. Have a wonderful time. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless.